ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൊമോസിൻ്റെയും അതുപോലെ തന്നെ ഒരു മൊമോസ് ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു 2 കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ആദ്യം തന്നെ നമ്മളൊന്ന് കൈവച്ച് എല്ലാം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓയിലും അതുപോലെ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് കൈവച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് പതുക്കെ കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ഈ മാവ് നല്ല കട്ടിക്കിരിക്കാൻ പാടില്ല, നല്ല സോഫ്റ്റ് മാവായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ ദേ ഈ മാവ് ഞാൻ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഓയിൽ ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതുവരെ ഇത് നമുക്ക് നല്ലപോലെ കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഈ മാവ് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഈ മാവ് ഇവിടെ ഇരിക്കട്ടെ, നമുക്കപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ബോൺലെസ് ചിക്കൻ ഏകദേശം ഒരു 300 ഗ്രാം ഉണ്ടാവും, അതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 സവോള എല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സോയാ സോസ് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടായിരിക്കും, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫുഡ് പ്രോസസ്സറിലാണ് അരച്ചെടുത്തത്. നിങ്ങൾക്ക് മിക്സഡ് ജാറിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവാണ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മാവ് ഒന്ന് പരത്തിയെടുക്കണം. ഒന്ന് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം തിന്നായിട്ട് നമുക്ക് പരത്താൻ പറ്റും അത്രയും തിന്നായിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കട്ടെ. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ അത് നല്ല തിന്നായിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു മോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പോ എന്തെങ്കിലും റൗണ്ട് ഷേപ്പുള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനിയിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ഷേപ്പിൻ്റെ അതിൻ്റെ സൈസിനനുസരിച്ച് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഏറ്റവും സിമ്പിളായിട്ട് മടക്കുന്ന രീതിയാണിത്. നമ്മളിത് ഒന്ന് പകുതി മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് സൈഡൊക്കെ ഒന്ന് കൈവച്ച് ഒന്ന് ഫിംഗർ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിത് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ 2 സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പിൽ മടക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ളൊരു ചട്നി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 3 കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, ഡ്രൈ ചില്ലി. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. നല്ലപോലെ ബോയിലായി വരുന്ന സമയത്ത് നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ബോയിൽ ചെയ്ത സാധനങ്ങളൊക്കെ വെള്ളം ചേർക്കാതെ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം തക്കാളിയുടെ സ്കിന്നും കൂടെ കളഞ്ഞിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അതപ്പോഴേക്കും നമ്മുടെ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മൊമോസിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.